നമസ്കാരം. മോർണിംഗ് ന്യൂസ്. കേരളമടക്കമുള്ള 13 സംസ്ഥാനങ്ങളിലെ 89 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഏപ്രിൽ 4 വരെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. കേരളത്തിലെ 20 മണ്ഡലങ്ങൾ ഉൾപ്പെടെ 98 മണ്ഡലങ്ങളിൽ ഏപ്രിൽ 26-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് തുടങ്ങും. ഈ മാസം 30-ആണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. 102 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആറ്റിങ്ങൽ പുളിമാത്ത് കമുകിൻകുഴിയിൽ LDF സ്ഥാനാർത്ഥി വി ജോയിയുടെ പോസ്റ്റർ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് RSS DYFI സംഘർഷത്തിൽ ഒരു DYFI പ്രവർത്തകന് വെട്ടേറ്റു. DYFI പുളിമാത്ത് മേഖല കമ്മിറ്റി അംഗവും കമുകിൻകുഴി സ്വദേശിയുമായ സുജിത്തിനാണ് വെട്ടേറ്റത്. 24 വയസ്സാണ് അദ്ദേഹത്തിന്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. കമുകിൻകുഴി ജംഗ്ഷനിൽ പതിച്ചിരുന്ന വി ജോയിയുടെ പോസ്റ്റർ കഴിഞ്ഞ ചൊവ്വാഴ്ച പകൽ നശിപ്പിച്ചിരുന്നു. ഇതിന് പകരമായി ബുധനാഴ്ച വൈകിട്ട് 7 മണിയോടെ സുജിത്ത് അടക്കമുള്ള DYFI CPIM പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിക്കാൻ എത്തിയപ്പോൾ RSS പ്രവർത്തകരുമായി തർക്കമുണ്ടായി. ഇതിന്റെ തുടർച്ചയായാണ് സുജിത്തിനെ രാത്രി വീട് കയറി മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ആക്രമിച്ചത്. വെട്ടുകത്തിയും മൺവെട്ടിയും സിമന്റ് കട്ടയും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. സുജിത്തിന്റെ കൈക്കാണ് വെട്ടേറ്റത്. തലയ്ക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. IPL-ലെ റൺ പോരിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ വീഴ്ത്തി. 31 റൺസിനാണ് ജയം. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഹൈദരാബാദ് നേടിയത്. 277 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ. മറുപടിക്കെത്തിയ മുംബൈ മോശക്കാരല്ല. ആഞ്ഞടിച്ച മുംബൈയുടെ മറുപടി 5-ന് 246 റൺസിൽ അവസാനിച്ചു. ആകെ 523 റൺസാണ് പിറന്നത്. ഇതും റെക്കോർഡാണ്. മുംബൈയുടെ തുടർച്ചയായ രണ്ടാം തോൽവിയാണിത്. ഹൈദരാബാദിന്റെ ആദ്യ ജയവും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.